ഗ്രൂപ്പ് യെസ്. എയിലെ മത്സരം എന്ന് പറയുമ്പോൾ മെക്സിക്കോ സ്വാഭാവികമായിട്ടും 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ രാജ്യമെന്നുള്ള നേട്ടത്തിലേക്കാണ് അവർ വരുന്നത്. അവരുടെ കോച്ച്, അവരുടെ സ്റ്റൈല് നമുക്കറിയാം. അതായത് പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ കിട്ടുന്ന അവസരങ്ങളിൽ ആക്രമിച്ച് കളിക്കുക, പന്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതിന് തക്ക ഫോർമേഷനുമായിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു ഒരു പിടി നല്ല താരങ്ങൾ, പുതിയ താരങ്ങളടക്കം അവരുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. സൗത്ത് കൊറിയയെ സംബന്ധിച്ച് ഏഷ്യൻ കരുത്തർ 11ാം തവണ ലോകകപ്പ് കളിക്കാൻ വരികയാണ് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. മൂന്നാമത് വരുന്ന ചെക്ക് റിപ്പബ്ലിക് 20 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് കളിക്കാൻ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചെക്ക് റിപ്പബ്ലിക്കിന് നമ്മൾ എഴുതി തള്ളാൻ കഴിയില്ല. അത്രമാത്രം ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു മേഖലയാണ്, ഒരു രാജ്യമാണ് അവരെന്നുള്ളത്. സൗത്ത് ആഫ്രിക്ക സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിലെ കുഞ്ഞന്മാരെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വിലയിരുത്താമെങ്കിൽ പോലും അവരുടേതായ ദിനത്തിൽ ഒറ്റ ഗോളിൻ്റെ കേസല്ലേ ഉള്ളൂ. അവർ കറുത്ത കുതിരകളായി മാറിയേക്കാം ഏതെങ്കിലും ഒരു മത്സരത്തിൽ. അപ്പോൾ ഈ 4 ടീമുകളിൽ നിന്ന് ആര് മുന്നോട്ട് പോകും, ആർക്കാണ് എഡ്ജ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമായിട്ട്. മെക്സിക്കോ, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക. മെക്സിക്കോയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഗ്രൂപ്പിലെ 4 ടീമിനും 4 സ്റ്റൈലിൽ കളിക്കുന്ന, മറ്റേ ഏറെക്കുറെ ഒരേ സ്റ്റൈലിൽ കളിക്കുന്ന ടീമുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ 4 ടീമും 4 സ്റ്റൈലാണ്. ഭൂഖണ്ഡമാണ്. മെക്സിക്കോ കുറെ കൂടി നമുക്കറിയാം, ഒരു ലാറ്റിൻ ശൈലി നന്നായിട്ട് കളിക്കുന്ന, കുറിവാസുകളുമായിട്ട് കളിക്കുന്ന, ഡിഫൻസ് സ്ട്രോങ് ആക്കി വെച്ച് കളിക്കുന്ന ഒരു ടീമാണ്. 4-3-3 ഫോർമേഷനിലാണ് അവർ കളിക്കാൻ പോകുന്നത്. അപ്പോൾ 86-ൽ അവർ ക്വാർട്ടറിലെത്തിയാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. അതിനുശേഷം അവർ പിന്നീട് അവർക്ക് കാര്യമായ ഒരു നേട്ടമൊന്നും ലോകകപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയൊരു ലോകകപ്പിലെ ഇപ്പോൾ ഒരു 90 കിഡ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിക് സാധനങ്ങളിലൊന്ന് മെക്സിക്കോയിലുണ്ട്. അത് ഗില്ലർമോ ഒച്ചാവയാണ്. ലോകകപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന, അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചില പ്ലേയേഴ്സൊക്കെ ലോകകപ്പ് സമയത്ത് ഭയങ്കര ഫോമായി പിന്നീട് ക്ലബ്ബിൽ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒച്ചാവോ നമുക്ക് വേൾഡ് കപ്പ് സമയത്ത് മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. എവിടെന്നെങ്കിലൊക്കെ അങ്ങ് പൊട്ടി വിടരും. അദ്ദേഹം 4 മാരക സേവൊക്കെ ചെയ്യും. ഭയങ്കര സ്റ്റൈലാണല്ലോ, നല്ല മുടിയൊക്കെ ആയിട്ട് ആ ബാൻഡൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് കളിക്കുന്ന അങ്ങനെ ഒരു ഒച്ചാവോ തൻ്റെ 6ാമത്തെ ലോകകപ്പിന്, മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കും ഒപ്പം തന്നെ 6ാമത്തെ ലോകകപ്പിന് വരാൻ പോകുന്നു. 40 വയസ്സായ അദ്ദേഹത്തിന്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് മൊമെന്റ് തന്നെയായിരിക്കും. അതൊരു ധൈര്യം കൂടിയായിരിക്കും ഒച്ചാവോ ഉള്ളതെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവർക്ക് അറ്റാക്കിംഗ് ആണ് കുറെ കൂടി. 2 ജിമിനസുമാർ ചേരുന്ന, ഫുള്ളാമിൻ്റെയും എസി മിലാൻ്റെയും താരങ്ങളാണ്. നന്നായി സ്പീഡ് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളാണ്. 35 വയസ്സായിട്ടുണ്ട്. അതെ. ഗോൾഡ് കപ്പ് ഫൈനലിലടക്കം ഗോൾ കളിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അറ്റാക്കേഴ്സ് ഉണ്ട് മെക്സിക്കോയ്ക്ക്. അപ്പോൾ മെക്സിക്കോ അത്യാവശ്യം നല്ല ഒരു ഫൈറ്റ് കൊടുക്കും.